നമസ്കാരം കുമാറേ. കേരളത്തിലെ CPM അത്ര നല്ല കാലമല്ല അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല പല പ്രശ്നങ്ങൾ അങ്ങ് മുകളിൽ തട്ടിൽ മുതൽ താഴെ തട്ടിൽ വരെ ഇങ്ങനെ നീറിപ്പുകഞ്ഞിരിക്കുകയാണ്, ഏത് സമയവും ഒരു സ്ഫോടനം പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നാലിപ്പോൾ ഈ വലിയ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലെ വലിയേട്ടന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് പണ്ട് മുതലേ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതെല്ലാം കൂടെ കൊണ്ട് ഏതെങ്കിലും കുടുംബത്തിലെ ഒരു ദുർബല ഹൃദയൻ്റെ തലയിലോട്ട് വയ്ക്കുക അല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ തലയിലോട്ട് വയ്ക്കുക. അതെ, അത് തന്നെയാണ് ഇപ്പോൾ CPM സംഭവിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും എല്ലാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരത്തെ മേയറായ ആര്യ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ്. എല്ലാം അവരുടെ കുറ്റം കൊണ്ടാണ് ഈ പാർട്ടിക്ക് മൊത്തം ഒരു അപജയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് അന്ത്യശാസനം കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM പോകുന്നു. എന്ത് തോന്നുന്നു ഇതെല്ലാം കേട്ടിട്ട്? തീർച്ചയായും ഈ വിലയിരുത്തലുകളുടെ തമ്പുരാക്കന്മാർ എന്നാണല്ലോ ഈ CPM കുറിച്ച് നേരത്തെ തന്നെ പറയുക. പക്ഷേ ഇവർ വിലയിരുത്തി ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ സമയം കടന്നുപോയിരിക്കും, ഒരുപക്ഷെ വർഷങ്ങളോളം കടന്നുപോയിരിക്കും എന്നാണ്. അല്ല, സ്വന്തമായിട്ട് എല്ലാം ഉള്ള പാർട്ടിയാണ്, സ്വന്തമായിട്ടെല്ലാം നിയമ സംവിധാനം, അതെ, പാർലമെന്റ് വരെ പോലും ഉണ്ടെന്ന്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഒരു തെറ്റായിരുന്നു എന്ന് CPI പ്രഖ്യാപിക്കുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് 40 വർഷത്തിന് ശേഷമാണ്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടാണല്ലോ ഓരോ ഘടകങ്ങളും ചേരുന്നത്. അത് ജില്ലാ കമ്മിറ്റിയിൽ ഈ വിമർശനം വന്നു, ഇന്ന ജില്ലാ കമ്മിറ്റിയിൽ ഈ വിമർശനം വന്നു. മിക്കവാറും മുഖ്യമന്ത്രിക്ക് എതിരെയായിട്ടാണ് എല്ലാ ഘടകങ്ങളും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദം, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഉയർന്ന വിവാദം, അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, രക്ഷാപ്രവർത്തനം, ഇതെല്ലാം തന്നെ വിഷയമാവുന്നുണ്ട്, ഈ വിദേശയാത്ര ഉൾപ്പെടെ. പക്ഷേ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമാണ് കുറ്റക്കാർ എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം. അവിടെ ഒരു ചെറിയ വൈരുദ്ധ്യമുണ്ട് കുമാറേ. ഈ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ പോളിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 26 അല്ലേ? അതെ, ഏപ്രിൽ 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഇന്ത്യയിൽ രണ്ടാം ഘട്ട ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ രണ്ടാം ഘട്ടത്തിലായിരുന്നു കേരളത്തിലും നടന്നത്. അന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു കേരളത്തിലെ പോളിംഗ് ഇല്ലേ? അതെ. ഈ ആര്യ രാജേന്ദ്രൻ്റെ സംഭവം നടക്കുന്നത് ഏത് ഡേറ്റിലായിരുന്നു? തൊട്ടടുത്ത ദിവസം 27. അതായത് ഇന്നലെ പോളിംഗ് നടന്നു, ഇന്നാണ് ആര്യ രാജേന്ദ്രൻ്റെ ബസ് വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ആര്യ രാജേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ബസ് വിവാദം ഉണ്ടാക്കിയാൽ ഇന്നലെ നടന്ന ഈ പോളിങ്ങിനെ അതെങ്ങനെ ബാധിക്കുമെന്നാണ് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഈ ക്യാപ്സ്യൂള് ചിലപ്പോഴൊക്കെ പഴക്കം വന്നതാകുന്നുണ്ട്, അല്ലെങ്കിൽ കൈവിട്ട് പോകുന്ന തരത്തിലാകുന്നുണ്ട്. ഈ അത്തരത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയത്, ടൈമിങ്ങിൽ പറ്റിയ ഒരു മിസ്റ്റേക്കാണോ ഇത്? ഇല്ലില്ല, പക്ഷേ ഇതിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള വിലയിരുത്തലുകളുടെ ചിലപ്പോൾ ഒരു മണ്ടത്തരമായിരിക്കാം ഇത്. പക്ഷേ വിഷയം അതല്ല. ഈ ബസ് ഇന്ന് ജില്ലാ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും മേയറും കുടുംബവും തലസ്ഥാനത്ത് നടത്തിയത് ഗുണ്ടായിസമാണ് എന്നാണ് അവരുടെ പാർട്ടി തന്നെ വിലയിരുത്തുന്നതാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് ഏതാണ്ട് 1 മാസത്തോളം സമയം വേണ്ടി വന്നു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട്. ആ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായി പോയി, ഇല്ല എങ്കിൽ സച്ചിൻ ദേവിൻ്റെ തനി സ്വരൂപം ജനം കണ്ടേനെ എന്നും പറയുന്നുണ്ട്. അതായത് നാട്ടുകാർക്ക് ഈ സംഭവം നടന്ന ദിവസം മനസ്സിലായ കാര്യം പാർട്ടിക്ക് മനസ്സിലാകാൻ അടുത്ത 1 മാസം വേണ്ടി വന്നു. ഇതെല്ലാം കൂടെ ഈ തലമുതിർന്ന സഹാക്കൾ തലപുകഞ്ഞ് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താൻ. അതിൽ മറ്റൊരു സംശയം കൂടി സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. ജില്ലാ കമ്മിറ്റിയിൽ ആരൊക്കെയോ ഈ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ കണ്ടോ എന്നൊരു സംശയം. സച്ചിൻ ദേവ് അവിടെ പ്രകോപനം സൃഷ്ടിച്ചു എന്ന് ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ടല്ലോ. ജില്ലാ കമ്മിറ്റി ഈ മെമ്മറി കാർഡ് കണ്ടെങ്കിലല്ലേ സച്ചിൻ ദേവ് പ്രകോപനം സൃഷ്ടിച്ചു എന്നറിയുള്ളൂ. അപ്പോൾ ഒന്നുകിൽ സച്ചിൻ ദേവ് അവിടെ പ്രകോപനം സൃഷ്ടിച്ച കാര്യം സ്പഷ്ടമായിട്ട് ജില്ലാ കമ്മിറ്റിക്ക് അറിയാം. മാത്രമല്ല അല്ല എങ്കിൽ ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് എടുത്തതിൽ ജില്ലാ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. സച്ചിനെ ന്യായീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം വാർത്താ സമ്മേളനം നടത്തിയ മറ്റൊരു മുതിർന്ന സഖാവും ഉണ്ട്. തീർച്ചയായും ആ ഒരു റൂട്ടായിരിക്കണമല്ലോ. അവിടെ നിന്നാണല്ലോ ഈ മെമ്മറി കാർഡ് പോകുന്നതൊക്കെ വരുന്നത്, അവിടെ നിന്നാണല്ലോ. പക്ഷേ എന്തായാലും ഒരു കാര്യം തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിക്ക് അറിയാം, അവിടെ എന്താണ് വ്യക്തമായി സംഭവിച്ചതെന്ന്. അപ്പോൾ നമുക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്, തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി എത്രയും വേഗം പോലീസിന് മൊഴി കൊടുത്ത് അവർ സാക്ഷികളാകണം ഈ കേസിൽ.
കാരണം ഈ യദു മേയറെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി എന്തോ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണല്ലോ കേസ്. അത് തെളിയാനാണല്ലോ ഈ ക്യാമറയുടെ മെമ്മറി കാർഡ്. അതിനൊരു സാക്ഷി ഉണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ ഘടകം തന്നെയാണ് സാക്ഷിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇരുട്ടിൽ തപ്പുന്ന പോലീസിന്റെ അന്വേഷണ സംഘം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ സമീപിച്ച് ഈ കേസിൽ അന്തിമ തീരുമാനമുണ്ടാക്കണമെന്നാണ്. ഈ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം. ഇത് കാണുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും കുമാർ, ഇതിൽ ശരിക്കും പെടാൻ പോകുന്നത് ആരാണ്? പാർട്ടിയാണോ അതോ മേയറാണോ? മേയർക്ക് സ്ഥാനം തെറിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പാർട്ടിയെ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത്? പാർട്ടിയെ പ്രകോപനത്തിലാകാനുള്ള കാരണം മേയറുടെ മേയറെ ഒരു പ്രതീക്ഷയോടുകൂടിയാണല്ലോ പാർട്ടി ആ സ്ഥാനത്തേക്ക് വരുന്നത്. മേയർ ആ സ്ഥാനത്ത് ശോഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വൻ പരാജയമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ ബസ് സംഭവത്തോടു കൂടി മാത്രമല്ല, അതിന് മുന്നേയും മേയറുടെ പേരിലുണ്ടായ അഴിമതി കഥകൾ, കത്ത് വിവാദം, പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവന്ന പല രീതിയിലുള്ള അഴിമതി പാട്ടുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ ദോഷം ചെയ്തു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലം BJPക്ക് കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ 170 സീറ്റുകളിലും ലീഡ് ചെയ്തത് BJP ആണ്. അത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ 70 60 സീറ്റുകളിലെങ്കിലും BJP വിജയം നേടുമെന്ന് ഉറപ്പായ ഘട്ടമാണ്. അവിടെയാണ് പാർട്ടി മേയറിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മാത്രവുമല്ല, ചില നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതിലപ്പുറം നഗരസഭയുടെ ഭരണം കൈവിട്ടു പോകുന്നത് തിരുവനന്തപുരത്തെ ജില്ലാ CPMനെ വല്ലാതെ പിടിച്ചുലയ്ക്കും. അതിനുമപ്പുറം ഈ ബസ് വിവാദമുണ്ടായപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമ്മുടെ പൊതുസമൂഹം ഒന്നാകെ ആ സ്ത്രീക്കൊപ്പം നിൽക്കുകയാണ് പതിവ്. ഇവർ ഒരു മേയർ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ പൊതുസമൂഹം മേയറോടൊപ്പം നിൽക്കേണ്ടതാണ്. എന്നാൽ മേയറോടൊപ്പം ഒരൊറ്റ മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ KSRTC യദുവിൻ്റെ പാർട്ടി പോലുമില്ല. സാക്ഷി ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും മൊഴിയെടുത്തിട്ടും ഒരാൾ പോലും മേയർക്ക് അനുകൂലമായി പറഞ്ഞില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും കൃത്യമായി യദുവിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. മാത്രമല്ല, അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, ഈ സംഭവം പുറത്തറിഞ്ഞതിന് ശേഷമുണ്ടായ പ്രതികരണങ്ങളായിക്കോട്ടെ, അതെല്ലാം CPMനെതിരാണ്. എന്ന് വെച്ചാൽ അതിന് മുന്നേയും മേയറുടെ ജനപിന്തുണ ഇടിഞ്ഞിരുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. മേയർ സമ്പൂർണ്ണമായ പരാജയത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം റോഡിൽ കിടന്ന് ഇത്തരം ഗുണ്ടായിസം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരാണ് പിന്തുണ കൊടുക്കുക? നമ്മുടെ സമൂഹം. ഇവരാണല്ലോ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, വിജ്ഞാന സമൂഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് പറയുകയും ജനങ്ങളെല്ലാം മറുഭാഗത്ത് കണ്ണുപൊട്ടന്മാരായി കരുതുകയും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർ എന്തുമാത്രം ഒരു കാര്യം ഉറപ്പാണ്, ഈ മേയർ ഡ്രൈവർ വിവാദം ഉണ്ടായ സമയത്ത് മുഴുവൻ ഏതാണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ മേയർക്കെതിരായിരുന്നു, പാർട്ടിക്കും എതിരായിരുന്നു. അല്ല, ഈ മേയർക്കെതിരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നിരിക്കെ തന്നെ ഈ അങ്ങാടിയിൽ തോറ്റ കണക്ക് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിന് മേയർ എന്ത് പിഴച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. അതൊരു ചോദ്യമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരിക്കാം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പരിഗണിക്കുക. അങ്ങനെ നോക്കിയാൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കുഴപ്പമാണ് ഈ ജനപ്രീതി ഇടിയുന്നതിന് കാരണമെന്ന് വിലയിരുത്തിയാൽ തന്നെ മറ്റു ജില്ലകളിൽ എന്ത് സംഭവിച്ചു? അതെ, മറ്റു ജില്ലകളിൽ ആര്യ രാജേന്ദ്രൻ ഇല്ലല്ലോ. എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെതിരെ വളരെ കൃത്യമായ ഒരു ജനവിധി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി തീർച്ചയായും പതിക്കുക പിണറായി വിജയൻ്റെ കൈകളിലേക്ക് തന്നെയായിരിക്കും. പിണറായി വിജയനും പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദനുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ പല പാർട്ടി ഘടകങ്ങളിലും അതിരൂക്ഷമായ വിമർശനം ഇവർക്കെതിരെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മന്ത്രിമാർക്കെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ മുഹമ്മദ് റിയാസിനെതിരെയും സ്പീക്കർ AN ഷംസീറിനെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പിണറായി വിജയൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം 3ാമതും പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തപ്പോൾ അന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം കൊടുത്ത ഒരു തലക്കെട്ടാണ് വീണ്ടും മിന്നൽ പിണറായി എന്നുള്ളതാണ് അന്നത്തെ ഒരു തലക്കെട്ട്. അതേ പത്രങ്ങൾ തന്നെ ഈ കനൽ ഊതിക്കെടുത്തുന്ന വ്യക്തിയായിട്ട് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഈ മേയറിലേക്ക് ഇത്തരം ഇതിൻ്റെ ഇത് പോകുന്നത് തന്നെ അതിൽ പങ്ക് മാധ്യമങ്ങൾക്കുമുണ്ട്. കാരണം ഇവർ ഇത്രയും കാലം ഇതിനെ ഊതിപ്പെരുപ്പിച്ച് കൊണ്ട് നടക്കുകയായിരുന്നല്ലേ.
അപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം വരുന്നു. പിണറായിയെ ക്യാപ്റ്റനാക്കിയ പത്രങ്ങൾ, പിണറായിയെ ക്യാപ്റ്റനാക്കിയ മാധ്യമങ്ങൾ, ഇരട്ട ചങ്കനാക്കിയ മാധ്യമങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ഊതി പെരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് തന്നെ പാർട്ടി തന്നെയാണ് പറയുന്നത് ഇയാളൊന്നും അല്ല എന്ന്. അപ്പോൾ മാധ്യമങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടാവണമല്ലോ. ഒരുപക്ഷെ ആ കവാടമായിരിക്കും ആര്യ രാജേന്ദ്രൻ്റെ അതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ മതിയെ പുറത്തേക്ക് വിടുക. അല്ല, അപ്പോൾ പാർട്ടി അത്ര ബാലിശ്യമായിട്ടാണോ ചിന്തിക്കുന്നത്? കാര്യം ഈ കുറ്റങ്ങളെല്ലാം ആര്യ രാജേന്ദ്രൻ്റെ തലയിൽ വയ്ക്കുന്നു. ആര്യ രാജേന്ദ്രനിൽ ഒതുങ്ങുന്നത് മാത്രമാണോ ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ? ഇല്ല, അതാണ് ഏറ്റവും വലിയ CPM-ൻ്റെ വിലയിരുത്തലുകൾ ഇപ്പോൾ തമാശയ്ക്ക് പാത്രമാവുന്നത് അതുകൊണ്ടാണ്. അത് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഒരു പെട്ടെന്നുണ്ടായ സംഭവമല്ലല്ലോ. തെരഞ്ഞെടുപ്പിന് മുന്നേയും ഒരു തീയതി അറിയില്ലെങ്കിലും ഇന്ന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നറിയാം. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവരുടെ കയ്യിലായിരുന്നു ഭരണം, ജനോപകാരപ്രദം. അപ്പോൾ ഇവർക്ക് ഈ ഒരു തെറ്റ് പറ്റുന്ന എവിടെയാണ്? ഇവർ ജനങ്ങളെ വിലയിരുത്തുന്നതിൽ അവർക്ക് പറ്റിയ തെറ്റാണോ? ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണോ പൊതുജനത്തെ? അല്ല, ഇവർ ഈ പറയുന്നത് പോലെയുള്ള വിലയിരുത്തൽ ഞാൻ പറയാമല്ലോ. ഈ പിണറായി വിജയൻ്റെ അഴിമതി കഥകൾ അത് വിനയായി, മുഹമ്മദ് റിയാസിൻ്റെ പ്രകടനം വിലയായി, മന്ത്രിമാർ വഹിക്കൊള്ളില്ല, മേയർ ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യമാണ്, ഭർത്താവ് സച്ചിൻ ദേവിൻ്റെ തനിമുഖ ഇപ്പം ജനങ്ങൾ കണ്ടേനെ. ഇതിലെല്ലാം ഒരു പരിധി കഴിഞ്ഞപ്പോൾ പിണറായി കുടുംബത്തിലോട്ട് ഒതുങ്ങുന്ന ഒരു കാഴ്ച, താനും തൻ്റെ കുടുംബവും പാർട്ടി പോലും രണ്ടാമതെന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതെ, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പിണറായിക്കെതിരെയും ആര്യ രാജേന്ദ്രനെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെ വരുന്ന വിമർശനങ്ങളുണ്ടല്ലോ. ഇത് ഈ കമ്മിറ്റിയിൽ ബുദ്ധിജീവികൾ പറയുന്നുണ്ട്. എപ്പോഴാണ് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മാസം മുന്നേ. ഇതിനു മുന്നേ ഇവരൊക്കെ പഴം വിഴുങ്ങി ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെയാണ് CPM-ൻ്റെ വിലയിരുത്തലുകൾ പലപ്പോഴും ബാലിശമാണ് എന്ന് പറയാൻ കാരണം. ഈ വിലയിരുത്തലുകൾ എന്തുകൊണ്ട് നേരത്തെ നടത്തുന്നില്ല? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വിലയിരുത്തുന്നില്ല? രഹസ്യമായിട്ടാണെങ്കിൽ പോലും ഇത് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല? അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു വിലയിരുത്തലിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. എത്ര തവണ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നോക്കി, ഇതിങ്ങനെ ചെയ്യരുത്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് നിങ്ങൾ ചെയ്യുന്നത് കുറ്റമാണ്. അപ്പോഴൊക്കെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ആ സമയത്ത് പ്രതികരിക്കുകയും ഇപ്പോൾ ബുദ്ധിപരമായ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയം. ഏതായാലും സ്ഥിരം കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ കൊടുത്ത് രോഗം മാറ്റാമെന്നുള്ള ഒരു അവസ്ഥ മാറിയിരിക്കുന്നു. അത് ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4th സ്റ്റേജ് എന്ന് പറയാം. തീർച്ചയായിട്ടും വെന്റിലേറ്ററിലായ ഒരു സ്റ്റേജിലാണ് പാർട്ടി. ഇനി അവിടുന്ന് പാർട്ടിയെ വീണ്ടെടുക്കാനാകുമോ, അതോ അവിടെ നിന്ന് നേരിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചോദ്യം. അതിന് ഉത്തരം നൽകേണ്ടത് വരുന്ന കാലമാണ്, കേരളത്തിലെ ജനങ്ങളാണ്. ഇവിടെ എന്തൊക്കെ മാറി വന്നാലും ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ഒരു ജനമായിരുന്നു ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി. പക്ഷേ ആ ജനത്തിനും ഇന്ന് ആ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരും ആ പാർട്ടിക്കുള്ളിലെ കപടതകൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.